ദൈവവചനത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. Greetings to all the precious name of our Lord and Savior Jesus Christ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. Thank God for this opportunity that He's given me to stand here before Your presence to speak with His word once again. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ തക്കവണ്ണം ഇങ്ങനൊരു അവസരം തന്ന കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. I know we're already running late, so I won't be taking too much time. എനിക്കറിയാം സമയം വളരെ കടന്നു പോകുന്നു, അത് വളരെ സമയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. But once again, our theme for this month is to be restored to God's standard, or whatever God's will is in the start. ആമേൻ. ഈ മാസത്തെ നമ്മുടെ വചനചിന്ത എന്ന് പറയുന്നത് ആമേൻ മാനസാന്തരപ്പെട്ട് വരുന്ന നല്ല കാര്യം, മാനസാന്തരം പെട്ട് ദുഃഖിച്ചിരിക്കുന്നതിന് പകരമായി ആമേൻ ആദ്യത്തെ പ്രവൃത്തി ചെയ്യത്തക്കവണ്ണം യഥാസ്ഥാനപ്പെടുന്ന അവസ്ഥകളിലേക്ക് ആമേൻ കർത്താവെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, റെസ്റ്റോർ ചെയ്യണമേ എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. So this month we've been talking about being restored to God's standard, but for today, I wanted to look at it. We've been looking at it in an individual lens, so that you may be restored back to what you were, or so that you may be restored to what God's standard is. But I want to talk to it as a communal topic, as letting the whole church be restored to. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലെല്ലാം യഥാസ്ഥാനപ്പെടുന്ന വിഷയത്തിലുള്ള ബന്ധത്തിൽ വ്യക്തിപരമായിട്ടുള്ള ദൂതുകൾ നാം കേട്ടുവരികയായിരുന്നു. നാം മടങ്ങി വരണം, ഏതിൽ നിന്ന് വീണിരിക്കുന്നു തിരിച്ചറിച്ച് തടഞ്ഞിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. വ്യക്തിപരമായ ദൂതായിട്ടായിരുന്നു പരിശുദ്ധാത്മ സംസാരിച്ചത്. ഇന്ന് പകൽക്കാലം അത് സഭയായി, കമ്മ്യൂണിറ്റിയായി, സമൂഹമായി എങ്ങനെ നാം മടങ്ങി വരണം എന്നുള്ള വിഷയം സംബന്ധമായി ഇന്ന് പകൽക്കാലം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And I argue that it's more important that the church as a whole comes back to God's standard, because the church is heaven's outline. ആമേൻ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ മടങ്ങി വരണം. ആമേൻ. വ്യക്തിപരമായിട്ടാണ് അതിന്റെ ആമേൻ വിഷയമെങ്കിൽ പോലും തന്നെ സഭയായി മടങ്ങി വന്നാൽ മാത്രമേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. കാരണം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ. ആമേൻ. കർത്താവിന്റെ ബേസ് ലൈൻ ആണ് സഭ. സഭയോട് ബന്ധപ്പെട്ടാണ് സകല കാര്യങ്ങളും ഈ ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് വളരെ അത്യന്താപേക്ഷിതമാണ് സഭ ദൈവസത്യങ്ങളിലേക്ക്, ദൈവത്തിന്റെ ആമേൻ സ്റ്റാൻഡേർഡുകളിലേക്ക് സഭ മടങ്ങി വരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നുള്ള വിഷയം. The reason Christ has left us on this earth is with the mission to spread the gospel, and the gospel comes through the church. So if the whole world is supposed to know God's standard, the church has to be God's standard. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണ് കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് കർത്താവ് ഇതുവരെ മടങ്ങി വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ വചനം നമുക്ക് തരുന്ന മറുപടി ആമേൻ സ്വന്തം സകല പാപികളും സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടണം. അവസാന വ്യക്തി വരെ ദൈവരാജ്യത്തിൽ ആഡ് ചെയ്യപ്പെടുന്നവരെ കർത്താവിന്റെ വരവാകത്തില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. എന്തിനാ സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? ഈ സുവിശേഷം അറിയിക്കാൻ. അവൻ പാസ്റ്റർമാരല്ല, ഉപദേശിമാരല്ല, സഭയിലെ വിശ്വാസികൾ സമൂഹമായി നാം യേശുവിനെ കുറിച്ച്, അവന്റെ സുവിശേഷത്തെ കുറിച്ച് പറയണം. അതിനാണ് സഭയാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സഭ സത്യത്തിൽ നിന്നില്ലെങ്കിൽ, സഭ വചനത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നില്ലെങ്കിൽ നാം പറയുന്ന സുവിശേഷം മാറിപ്പോകും. അതുകൊണ്ട് നന്മയ്ക്ക് പകരം ദോഷമുണ്ടാകും. അതുകൊണ്ടാണ് അമേൻ സമൂഹമായിട്ട് ഈ ചിന്ത അമേൻ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. സഭയായിട്ട് നാം യഥാസ്ഥാനപ്പെടണം. എവിടേക്ക്? ദൈവത്തിന്റെ മാനദണ്ഡങ്ങളിലേക്ക്, ദൈവം വെച്ചിരിക്കുന്ന വചനത്തിലേക്ക്, സഭയായി അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങി വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. God hasn't made us guess what His standard is or what holiness looks like, because He gave us His word, His spirit, and His church. പ്രിയമുള്ളവരെ, അവൻ വിശുദ്ധിക്ക് വേണ്ടി ഊഹാപോഹമല്ല ദൈവമാക്കി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, അവന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. 2, പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. 3, സഭയെ ഭൂമിയിലാക്കി വെച്ചിട്ടുണ്ട്. വിശുദ്ധിയുടെ മാനദണ്ഡം അവൻ നാം അറിയേണ്ടതിനും അത് പാലിക്കേണ്ടതിനും. And through these things, the conduct of the believers has been shown, because as we even read today in the Holy Communion, we read 1 Thessalonians 5 verse 14 through 23. That is an example. The word, the spirit, and the church shows the conduct that the believers is supposed to show, which is God's standard. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മാനദണ്ഡം എന്തെന്ന് ദൈവം അവൻ തന്റെ വചനത്തിൽ കൂടി അവൻ സ്വന്തം ചെയ്യുന്നു.
പരിശുദ്ധാത്മാവിൽ കൂടി അവൻ സഭയിൽ കൂടി കാണിച്ചു തന്നിരിക്കുക. അതാണ് നമ്മൾ വായിച്ച കർത്താവിന്റെ മേശ കഴിഞ്ഞ ശേഷം നാം എപ്പോഴും വായിക്കാറുള്ള വചനം. കർത്താവിന്റെ മേശ കൈക്കൊള്ളുന്നവർ, അതനുഭവിക്കുന്നവർ ചെയ്തു വരേണ്ട കാര്യങ്ങളെ കുറിച്ച് പൗലോസ്ലീഹയിൽ കൂടി ഉദ്ധരിക്കപ്പെട്ട വചനം ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാനിടയ സഭയാണ് അവൻ ഈ ഭൂമിയിൽ അവൻ വിശുദ്ധിയുടെ ഒരു മാനദണ്ഡം കാക്കേണ്ടത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ നമ്മിൽ കൂടി കാണണം. എന്താണ് വിശുദ്ധി? സമൂഹമായി സഭയാകുന്ന നാമാണ് വിശുദ്ധി. എന്നാൽ ഈ കാലങ്ങളില് സഭയെ ദൈവത്തിന്റെ മാനദണ്ഡത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി അവൻ സഭയിൽ കൂടി ദൈവനാമം ദുഷിക്കപ്പെടുത്തി അവൻ ജാതികളുടെ മധ്യത്തില് അവൻ പരിഹാസ വിഷയമായി തീരുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ വചനം വളരെ ശക്തമായിട്ട് അവൻ സഭയോട് സംസാരിക്കുന്ന സഭയെ അവൻ സമൂഹമായിട്ട് നാം യഥാസ്ഥാനപ്പെടണം. എന്തിന്? അവന്റെ സുവിശേഷം ഈ ലോകം അറിയേണ്ടതിന്. The first thing is that God's standard is revealed through His people. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മാനദണ്ഡം ഈ ലോകം അറിയുന്നത് തന്റെ ജനത്തിൽ കൂടിയാണ്. അവൻ അതിനുവേണ്ടിയാണ് സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അവൻ ക്രിസ്തുവാകുന്ന തലയോളം നിങ്ങൾ വളരുമ്പോഴാണ് പുറമെ ജാതികനായ ഒരുത്തൻ നിന്നെ നോക്കുമ്പോൾ, ഒരു വിശ്വാസിയെ നോക്കുമ്പോൾ അവൻ കാണണം എന്നിലും നിങ്ങളുള്ള വ്യത്യാസം. അപ്പോൾ ഒരു അവിശ്വാസിക്ക് റിവ്യൂ ചെയ്യാൻ, തിരിച്ചറിയാൻ, നോക്കി കമ്പയർ ചെയ്യാൻ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസികളാകുന്ന നാം, സഭയാകുന്ന നാം. We can see this throughout the Old Testament as well, because whenever the people of Israel fell, the nations when the nations didn't identify God by God Himself. They always said the God of Israel, the God of the people of Israel, the God of the Israelites. So God's standard, or what other people see of God's standard, is very dependent on the people that are within God. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഈ ലോകം ദൈവത്തെ കാണുന്നത്? ലോകം ഇസ്രായേലിന്റെ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവര് പറയും ഇസ്രായേലിന്റെ ദൈവം. കാരണം കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പറയാന് ഈ ജനത്തെ നോക്കിയിട്ടാണ് അവർ പറയുന്നത്. അവൻ ഈ ജനത്തെ കണ്ടിട്ടാണ് അവർ പറയുന്നത്. അവർക്ക് വേണ്ടി ദൈവം ചെയ്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉപവാസപ്രാർത്ഥനയിൽ വായിച്ചപ്പോൾ അവൻ സങ്കീർത്തനം എത്രാം സങ്കീർത്തനം ഞാൻ വിട്ടുപോയപ്പോൾ അവന് 126 സങ്കീർത്തനം 126 സങ്കീർത്തനത്തിൽ പറയുക, അവൻ ദൈവം പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ജാതികളുടെ ഇടയിൽ അവന്ന് പറഞ്ഞു അവരിൽ വൻകാര്യങ്ങളെ ദൈവം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ സഭയായി എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവം എന്നെ നിങ്ങളെ നോക്കിയിട്ട് ജാതി പറയണം, ഇവന്റെ ദൈവം ഒരു പ്രത്യേക ദൈവമാണ്, ഇവൻ ഒരു പ്രത്യേക ജാതി. പഴയ നിയമത്തിൽ നോക്കിയാൽ മതി. എവിടെയാണെങ്കിലും നമുക്കറിയാം, ബലയാം ശമിക്കാൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞ് കേൾക്കാനിടയായി. ഞായറാഴ്ചക്ക് മുമ്പിലാന്ന് തോന്നുന്നു. ബലയാം ശമിക്കാൻ വരിക. അപ്പോൾ നോക്കുക, ഈ ജനത്തെ നോക്കിയിട്ട് പറയുക ബാലാക്കിനോട്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ജാതികളുടെ കൂട്ടത്തില് അവർക്ക് കാട്ടുപോത്തിൻ്റെതായ ബലം ഉണ്ട്. ഈ ലോകം ദൈവത്തെ അറിയാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു കൂട്ടരാണ് ദൈവമക്കൾ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അതുകൊണ്ട് ദൈവജനം അവൻ സ്വന്തം യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിൽ, മടങ്ങി വന്നില്ലെങ്കിൽ വിഷയം ഇതാ, ദൈവത്തെ കുറിച്ച് ലോകം അറിയത്തില്ല. അവൻ എങ്കിലും നമുക്കറിയാം, ലോകം കണ്ടിട്ട് അവർ ദൈവത്തെ വിട്ടു മാറിയത് കൊണ്ട് ഇസ്രായേലിനെ ശിക്ഷിതായും പഴയ നിയമത്തിലൊക്കെ നമുക്ക് വായിച്ചു കേൾക്കാനായി കഴിയും. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം, ലോകത്തിന് മനസ്സിലാക്കാൻ വെച്ചിരിക്കുന്ന മാനദണ്ഡമാണ് സഭയാകുന്ന നാം. അതുകൊണ്ട് യഥാസ്ഥാനപ്പെടൽ സഭയ്ക്ക് വളരെ അത്യന്താപേക്ഷിതം. There are certain qualities that God, such as in the Old Testament, Israel knows the standards God has for them. God gave them the law, the Mosaic law. The Levites had specific rules. The other tribes had specific rules. The outside people don't know that, but the people on the inside do know that. So in the same way, for us, the church in the New Testament, God has given us certain things that we have to hold to, such as unity, holiness, love, order and peace, and worship. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് ബാധകമാണ്. നമുക്കറിയാം 12 ഗോത്രങ്ങളുണ്ട്. ലേവിയുടെ നിയമങ്ങൾ മറ്റുള്ള ഗോത്രങ്ങളെക്കാൾ വ്യത്യസ്തമാണ്. ഓരോ ഗോത്രങ്ങൾക്കും ഓരോ കാര്യങ്ങൾ കൊടുത്തു. ആന്തരികമായിരിക്കുന്ന അവൻ ഇസ്രായേൽ പൗരതയോട് സംബന്ധമുള്ളവർക്ക്, ന്യായപ്രമാണം അറിയാവുന്നവർക്ക് ആ വ്യത്യാസങ്ങളും എന്തെല്ലാം ആരൊക്കെ ചെയ്യണം എന്നൊക്കെ അവർക്കറിയാം. കാരണം ന്യായപ്രമാണം അവർക്കുണ്ട്. പുറത്തുള്ള ജനത്തിന് അറിയത്തില്ല അകത്തെന്താണ് നടക്കുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്. അവർക്ക് വ്യക്തിപരം കാണുന്നുണ്ട്, ദൈവപ്രവൃത്തി അവർ ദർശിക്കുന്നുണ്ടെന്നല്ലാതെ അകത്ത് നടക്കേണ്ട വിധങ്ങളെ കുറിച്ച് പുറത്തുള്ളവർക്ക് അറിയത്തില്ല. അവൻ എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാം, അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് ദൈവം ചില മാനദണ്ഡങ്ങൾ കൊടുക്കുന്നു. അതിൽ ചിലതാണ് അവൻ സ്നേഹമുണ്ടാകണം,
ഐക്യത ഉണ്ടാകണം. അവൻ സുവിശേഷം പറയണം. അങ്ങനെ അവൻ പല കാര്യങ്ങൾ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ. കാരണം യേശു തന്നെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ സ്വന്തം നിങ്ങളെ കണ്ടിട്ട് അവർ പറയണം ദൈവമക്കളാണെന്ന് പറയണം. നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് അവർ പറയണം അവർ ദൈവമക്കളാണെന്ന് പറയണം. അങ്ങനെ ദൈവം അവൻ സ്വന്തം ചെയ്യുന്ന സഭയ്ക്ക് അവൻ ചില വ്യവസ്ഥകളെ നൽകിയിട്ടുണ്ട്. അവൻ ഈ ലോകത്തിന് സാക്ഷ്യമായി. But when the church fails to do so or fails to show these qualities of conduct, the first thing the people on the outside thinks is they don't think that, oh, this person is failing to show what their God represents, but rather the first assumption that they make is that, oh, their God is a God of separation or or corruption or a God without love. They don't think that we're failing to show God properly. They instead think that God is an improper God. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം യഥാസ്ഥാനപ്പെടണമുള്ള ദൂത് സഭയോട് ദൈവം സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. വിശ്വാസികളെ നാം ദൈവസന്നിധിയിൽ കർത്താവ് വെച്ച വ്യവസ്ഥയനുസരിച്ച് സഭയായി മുന്നേറാതിരിക്കുമ്പോൾ ജാതികളുടെ ഇടയിൽ ദൈവനാമമാണ് ദൂഷിക്കപ്പെടുന്നത്. അവര് പറയുന്നില്ല, അവർക്കറിയത്തില്ല, ഇവർ ഇങ്ങനെ നടക്കാത്തത് കൊണ്ട് തെറ്റായി പോയെന്ന് പറയത്തില്ല. അവര് പറയുന്നു, കണ്ടില്ലേ ആമേൻ, ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കണ്ടില്ലേ, അവർ തമ്മിലടിക്കുന്ന ദൈവമാ, സ്നേഹമില്ലായ്മയുടെ ഒരിടമാണ്, അവിടെ പരസ്പരം കരുതലൊന്നുമില്ല. അവര് കണ്ടില്ലേ കേസുകൾ നടത്താൻ പോകുന്നു, അവർ അടിയുണ്ടാക്കാൻ പോകുന്നു, തമ്മിലടിയ നോക്കണം പറയുമ്പോൾ ജനങ്ങൾ പുറത്തുള്ള ജാതികൾ ആരും അവൻ ഈ അകത്തെ പ്രശ്നങ്ങൾ എന്താന്ന് പറയാൻ പോകത്തില്ല. അവര് പറയാൻ പോകുന്നത് ഇസ്രായേലിന്റെ ദൈവം, ഈ അമേൻ ക്രിസ്ത്യാനികളുടെ ദൈവം വഴക്കിന്റെ ദൈവമാ, അവിടെ സ്നേഹമില്ലാത്ത ഇടമാ, അവിടെ ഐക്യതയില്ല, ദൈവനാമമാണ് ദൂഷിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് അവൻ ദൈവവചനം കേൾക്കുമ്പോൾ അവൻ അതിന്റെ ആ വളരെ ആവശ്യകത നാം മനസ്സിലാക്കണം. സഭയായി നാം യഥാസ്ഥാനപ്പെടേണ്ട ആവശ്യകത. The church becomes the visible demonstration of the invisible kingdom. So Amen. we have to make sure that we are a proper demonstration. പ്രിയമുള്ളവരെ, ദൈവരാജ്യം എന്താണ്? യേശുവിന്റെ സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോൾ ദൈവരാജ്യം പുറത്തുള്ളവർ കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സഭയിൽ കൂടിയാണ്, ദൈവമക്കളായി നമ്മളിൽ കൂടിയാണ്. ദൈവരാജ്യം എന്തെന്ന് എങ്ങനെയാണ് ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വന്നത്? വിശ്വാസികളുടെ ജീവിതം കണ്ടാണ്. അവൻ ഞാൻ പലപ്പോഴും നിങ്ങൾ കേട്ടുണ്ടോ എന്റെ പെങ്ങളുടെ അവൻ സ്വന്തം ചെയ്യുന്നു, തന്റെ അമ്മായിയപ്പനും അമ്മായിമ്മയ്ക്കും അവര് അവൻ മേനൻ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അവൻ സ്വന്തം താനൊരു സ്വന്തം എഞ്ചിനീയർ ആയിരുന്നു, പിന്നെ അവൻ ഒരു കാലാവശാസ്ത്രജ്ഞനായിരുന്നു, പ്രസിഡൻഷ്യൽ സൈറ്റേഷൻ അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി എങ്ങനെ ഹിന്ദുമാർഗം വിട്ട് കർത്താവിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാല് അവർ ദൈവജനത്തെ നോക്കി, അവരുടെ മാറ്റം കണ്ടു, അവരുടെ രീതികളെ കണ്ടു, അവരുടെ ആരാധനകളെ കണ്ടു, വ്യത്യസ്തതയെ അവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണം. അവൻ അങ്ങനെയെങ്കിൽ അവൻ ദൈവരാജ്യത്തിന്റെ കാണാൻ കഴിയാത്ത ദൈവരാജ്യത്തിന്റെ പ്രകടമായ അവൻ സ്വന്തം ചെയ്യുന്നു കാഴ്ചയാണ് വിശ്വാസികളായ ഞാനും നിങ്ങളും. എന്റെയും നിങ്ങളുടെ മധ്യത്തിലെ നടപ്പ്, എന്റെയും നിങ്ങളുടെ മധ്യത്തിലെ സ്നേഹം, എന്റെയും നിങ്ങളുടെ മധ്യത്തിലെ ഐക്യത, എന്റെയും നിങ്ങളുടെ മധ്യത്തിലെ കൂട്ടായ്മയും കരുതലും അത് കാണുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് അവൻ പുറമെയുള്ള മനുഷ്യൻ കണ്ടിട്ട് ഗ്രഹിക്കണം. അവരും പറയണം, ഈ രാജ്യം ഞങ്ങൾക്കും വേണമെന്ന്. The thing is that we've now said the first point. The thing is that God's standard is revealed through His people to the outsiders. പുറത്തെയുള്ള മനുഷ്യരെ എങ്ങനെയാണ് ദൈവത്തിന്റെ മാനദണ്ഡങ്ങൾ അറിയുന്നത്? ദൈവജനമായി നമ്മിൽ കൂടെയാണ്. Now the second point is that the conduct of the church not only to the outsider reveals God's will, but also to the people in the church. If someone needs to know God's will who is in the church, the conduct of the church should show that to that person. പ്രിയമുള്ളവരെ, പുറത്തുള്ളവർ മാത്രമല്ല സഭയ്ക്കകത്തു വരുന്നവരും ദൈവത്തിന്റെ മാനദണ്ഡം തിരിച്ചറിയണമെങ്കിൽ ദൈവജനത്തിൽ കൂടിയാകണം അവർ അത് തിരിച്ചറിയേണ്ടത്. ദൈവജനത്തിന്റെ സ്വഭാവത്തിൽ കൂടി, ദൈവജനത്തിന്റെ പെരുമാറ്റത്തിൽ കൂടി, ദൈവജനത്തിന്റെ ക്യാരക്ടറിൽ കൂടി അവൻ അകത്തുള്ളവരും പുറത്തുള്ളവരും ദൈവസഭയുടെ മാനദണ്ഡം തിരിച്ചറിയുവാൻ ഇടയാകണം. The thing is that throughout the Pauline epistles or any of the apostles' writings, the apostles instruct believers to a certain way or just to a certain behavior in church or outside of church. And these are not just suggestions, but those things are revealing God's will. പ്രിയമുള്ളവരെ, നിങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങൾ പഠിക്കുകയാണെങ്കിൽ, മറ്റ് അപ്പോസ്തലവര്യന്മാരുടെ ലേഖനങ്ങൾ പഠിക്കുകയാണെങ്കിൽ, സുവിശേഷങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവര് ആ വചനം എഴുതുമ്പോൾ സഭയിൽ വിശ്വാസികൾ എങ്ങനെ വർദ്ധിക്കണമെന്ന് വ്യക്തമായി അവർ സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, പുറമെയുള്ളവർ കാണുമ്പോൾ അവൻ വ്യത്യാസം അവർ തിരിച്ചറിയണം. ദൈവജനത്തിന്റെ നന്മയും ദൈവജനത്തിന്റെ മധ്യത്തിലെ അവരുടെ കോണ്ടക്റ്റും തിരിച്ചറിയുന്നത് ഈ വചനങ്ങളെ പാലിച്ചാകണം. അതിനാണ് ദൈവം നമുക്ക് വചനങ്ങളെ തന്നിരിക്കുന്ന അപ്പോസ്തലന്മാരിൽ കൂടി. After all, even in 1 Thessalonians we read that this is God's will for you in Christ Jesus.
ആമേൻ. നമ്മൾ കണ്ടു 1 തെസ്സലോനിക്ക ലേഖനം കർത്താവിന്റെ മേശയിലേക്ക് വായിച്ച 5-ാം അധ്യായത്തില് ആമേൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ച് ദൈവ ഇഷ്ടം എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യങ്ങളെ നമ്മൾ കേൾക്കാനിടയായി. എങ്ങനെ ഞാൻ വർത്തിക്കണം? ആമേൻ. അവിടെ പറയുമ്പോൾ എപ്പോഴും സന്തോഷിപ്പിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോഴും സന്തോഷിക്കാൻ പറ്റുമോ? ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ മാറി. പക്ഷെ പറഞ്ഞാൽ പറയാ ആമേൻ, നിന്റെ ഏത് ഘട്ടങ്ങളിലും എവിടെ വഴി അടയുമ്പോഴും പറയാ എപ്പോഴും സന്തോഷിപ്പി, ഇടവിടാതെ പ്രാർത്ഥിപ്പി. പ്രിയമുള്ളവരെ, അവര് പറയുന്ന അപ്പോസ്തലന്മാർ പറയുന്ന ആമേൻ സ്വന്തം വചനം പറയുന്ന വ്യവസ്ഥയിൽ കൂടി ഞാനും നിങ്ങളും ജീവിക്കുമ്പോഴാണ് പുറമെയുള്ള മനുഷ്യൻ ആമേൻ നാം ആരാണെന്നും നമ്മുടെ രീതികൾ എന്താണെന്നും തിരിച്ചറിയുവാനിടയാകുന്നത്. ആ വചനത്തിന് മാനദണ്ഡം നാം അറിവുള്ളവരും അതിനെ പാലിക്കുന്നവരുമാകണം. So the instructions of the apostles reveal heaven's standard that should be lived out on earth. ഈ ഭൂമിയിൽ നാം ജീവിക്കേണ്ട സ്വർഗീയ മാനദണ്ഡം അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ കൂടി ദൈവത്തിന്റെ ആത്മാവ് എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. And the thing is that when the church successfully, within the church, these people are able to hold up this conduct, other people within the church, those who may be more so in the Bible, it says, although there's people who are more so newborns in the faith, there are people who are like infants. Infants, when you study psychology, infants are the most impressionable. Their brain is the most malleable. So whatever they see around them, they take in. So to these infants, when the church, these newborns of the faith, if they see the conduct of the church, the people, the newborns within the church is able to see God's will as well. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ സഭയിലേക്ക് വരുമ്പോൾ സഭയിലെ എല്ലാ വിശ്വാസികളുടെയും ആത്മീക മാനദണ്ഡം ഒരുപോലെ ആയിരിക്കില്ല. ആമേൻ. സ്വന്തം ആദ്യം വന്ന പഴക്കമുള്ള തഴക്കമുള്ള വിശ്വാസികളുണ്ട്, വർഷങ്ങളായി കർത്താവിനെ പിൻപറ്റുന്നവരുണ്ട്, എന്നാൽ പുതുതായി വന്ന വിശ്വാസികളും കാണും. എങ്ങനെയാണ് പുതുതായി വന്ന വിശ്വാസികൾ, എങ്ങനെയാണ് ഒരു വിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കുന്നത് കാണുന്ന പഠിക്കുന്ന ഒന്ന് വചനമുണ്ട്, രണ്ട് ഇതിനു മുമ്പ് വിശ്വാസത്തിലേക്ക് വന്നവരെ നോക്കി അവരുടെ മധ്യത്തിലെ പെരുമാറ്റങ്ങൾ, അവരുടെ മധ്യത്തിലെ രീതികൾ കണ്ടാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ, പുതുതായി വരുന്ന വിശ്വാസികളെ ആത്മീയത്തിൽ ശിശുക്കൾ എന്ന് പറയും. ശിശുക്കളായി ജനിക്കുന്ന മനുഷ്യർ നമുക്കറിയാം. ഏത് ബൈബിൾ പഠിച്ചാൽ, ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ പഠിക്കാൻ കഴിയുന്നത് ആർക്കും ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമുള്ളവർക്കല്ല, കൊച്ചു കുഞ്ഞുങ്ങളുടെ തലച്ചോറാണ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നത്. കാരണം അവരാണ് ഈ ലോകം കണ്ട് പഠിച്ച് ഓരോ കാര്യങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ ആരും എല്ലാം പഠിപ്പിച്ചല്ല, അവർ കണ്ടു പഠിക്കാൻ അവരുടെ തലച്ചോറ് അത്ര ഫാലബിൾ, പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ, കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ കഴിവുണ്ട്. അതുപോലെ പ്രിയമുള്ളവർ, നമ്മുടെ സഭയിലേക്ക് വരുന്ന പുതുവിശ്വാസികൾ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കത്തില്ല, സ്നാനപ്പെട്ടവരായിരിക്കത്തില്ല, ചൊവ്വാഴ്ച കൂട്ടായ്മ നമ്മൾ ക്ഷണിച്ചത് കൊണ്ട് വന്നവരായിരിക്കാം. നാം കടന്നു വരുമ്പോൾ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ രീതികൾ, നമ്മുടെ പ്രവൃത്തികൾ, നാം പുറത്തിറങ്ങുമ്പോൾ നാം പെരുമാറുന്ന വിധങ്ങളൊക്കെയും അവർ കമ്പയർ ചെയ്യുന്നവരാണ് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, സഭയെ നാം യഥാസ്ഥാനപ്പെടണം. എവിടേക്ക്? ദൈവവചനത്തിന്റെ മാനദണ്ഡങ്ങളിലേക്ക്. കാരണം ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിതം കണ്ടിട്ട് വേണം ക്രിസ്തുവിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് മറ്റുള്ളവർ കടന്നു വരുവാൻ. So that means that conduct will reflect, or conduct is what will make the identity of these newborn believers that are in your midst. So within the church, if the conduct is good, these other people who are newborns in the faith will also grow to have a stronger identity. പ്രിയമുള്ളവരെ, അങ്ങനെ വിശ്വാസികളായി, മുതിർന്ന വിശ്വാസികളായ നാം ആമേൻ പുതുതായി വന്ന വിശ്വാസികളുടെ മധ്യത്തില്, പുതുതായി വരുന്ന ആമേൻ പ്രാർത്ഥനക്കാരുടെ ഒക്കെ മധ്യത്തില് നമ്മുടെ നടപ്പ് വചനപ്രകാരം ക്രമമുള്ളതായി നാം കാണിക്കുമ്പോൾ, നടക്കുമ്പോൾ, ആത്മശക്തിയാൽ നടക്കുമ്പോൾ, പുതുതായി വരുന്നവരും ആ മാനദണ്ഡം കണ്ടിട്ട് അവൻ ഒരിക്കലും അതിനെ താഴ്ത്തി താഴോട്ട് പോകാതെ അവരും വിശുദ്ധിയിൽ മുന്നേറാൻ പഠിപ്പാനിടയായി തരും. അവരുടെ മാനദണ്ഡങ്ങളും ഹയർ സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഒരിക്കലും മീഡിയോക്കർ ആയിട്ട് പോകാൻ ഇടയാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും നാം ഓർത്തോണം, ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ, കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ വചനത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ജീവിക്കണം. കാരണം പുതുതായി വരുന്നവർ എന്നെയും നിങ്ങളെയും കണ്ടാണ് സഭയിൽ അവരും പഠിക്കുന്ന ഓർക്കണം. ആമേൻ. ഞാൻ താണു പോയാൽ ആ കടന്നു വരുന്നവർ നമ്മെക്കുറിച്ച് കണ്ട് പഠിച്ചിട്ട് അവരും താണു പോകാൻ ഇടയാകും. അതുകൊണ്ട് സഭ യഥാർത്ഥമായി വചനത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ, അത് മുകൾ മുതൽ താഴെ വരെ, പാസ്റ്റർ മുതൽ താഴെ വരെയുള്ള വിശ്വാസികൾ അത് ദൈവവചന വ്യവസ്ഥയിൽ മുന്നേറിയില്ലെങ്കിൽ കടന്നു വരുന്ന വിശ്വാസികളുടെയും വിശ്വാസത്തിന്റെ അളവ് അതനുസരിച്ചായിരിക്കും. Now, since we see why conduct is so important within the church to see God's will, what should the church look like? And my third point, that goes to my third point, it's the fact that the church is the earthly reflection of heaven. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിത രീതികൾ വിശ്വാസികൾ നിലയിൽ വളരെ പ്രാധാന്യതയുള്ളതാണെങ്കിൽ മറ്റുള്ളവരുടെ ആത്മീക വർധനയ്ക്ക്, പുറത്തുള്ള മനുഷ്യർ ക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചും അറിയാൻ അവൻ നമ്മുടെ നടപ്പ്, നമ്മുടെ സ്വഭാവങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അവൻ അങ്ങനെയാണെങ്കിൽ സഭ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് എന്റെ മൂന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. So there are four things that I could through in the at least Revelations we can see that heaven is filled with. ആമേൻ. പ്രിയമുള്ളവരെ,
അവൻ സ്വർഗത്തിന്റെ അവൻ സ്വന്തം അനുഭവങ്ങൾക്ക് അവൻ സ്വന്തം അതിന് റിഫ്ലക്ഷൻ ആണ് ഈ ഭൂമിയിലുള്ള സഭ. അങ്ങനെയെങ്കിൽ സഭയിൽ അവൻ പുറമേ ഉള്ളവര് സ്വർഗം എന്താണെന്ന് തിരിച്ചറിയേണ്ടത് സഭയെ കണ്ടിട്ട് വേണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിത രീതിയെ മാറാനിടയാകണം. കാരണം പുറമെയുള്ളവര് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ച നമ്മിൽ സഭയിൽ കൂടി കാണാനിടയാകണം. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ കൂടി ചില കാര്യങ്ങൾ നിങ്ങളോട് പെട്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. There's 4 things that heaven is filled with. 4 കാര്യങ്ങൾ സ്വർഗത്തിൽ നിറഞ്ഞിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളെ കുറിച്ച് നോക്കാം. First is worship. 1 സ്വർഗത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് ആരാധന. Second is love. അവൻ 2 സ്വർഗത്തിൽ സ്നേഹമുണ്ട്. Third is holiness. 3 സ്വർഗത്തിൽ വിശുദ്ധിയുണ്ട്. വിശുദ്ധി കൂടാതെ ആർക്കും അവിടെ കയറാൻ പറ്റില്ല. And fourth is order and unity. ആമേൻ. 4 എല്ലാത്തിനും ക്രമമുണ്ട്, എല്ലാത്തിലും ഐക്യതയുണ്ട്. And that is, since these are the 4 big things, it makes it so clear why in all the apostles why all the apostles instruct the church the same things. പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങൾ സ്വർഗത്തിൽ പ്രാധാന്യതയുള്ളതായതുകൊണ്ടാണ് അപ്പോസ്തല വര്യന്മാരൊക്കെയും അവിടെ ലേഖനങ്ങൾ എഴുതുമ്പോൾ പ്രത്യേക വിശ്വാസികളെ നിഷ്കർഷിക്കാനിടയായി നിങ്ങൾ ഈ ഗുണവിശേഷങ്ങൾ ഉള്ളവരാകണം, എന്നാൽ മാത്രമേ സ്വർഗത്തിലെത്തുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയുള്ളൂ. In John chapter 4 verse 23 to 24, God shows how the believers should reflect worship, and it says you should be worshipers in spirit and in truth. ആമേൻ. വിശ്വാസികളോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ശമര്യക്കാരി സ്ത്രീയോട് ആരാധനയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ പറയുന്നു യെരൂശലേമിൽ ആരാധിക്കണം, ഞങ്ങളുടെ അപ്പന്മാർ പറയുന്നു ഈ മലയിൽ ആരാധിക്കണം. അത് പാരമ്പര്യത്തെ കാണിക്കുന്നു. യെരൂശലേമിന് കൊണ്ട് പാരമ്പര്യം, ഈ മലയിൽ കൊണ്ട് പാരമ്പര്യം. യേശു പറഞ്ഞു, സ്ത്രീയെ അങ്ങനെയല്ല, കർത്താവിനെ ആരാധിക്കുന്നത് എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പൊ ആരാധന പാരമ്പര്യങ്ങളിൽ ആസ്പദമാക്കിയല്ല, ചടങ്ങിൽ ആസ്പദമാക്കിയല്ല. കാരണം അങ്ങനെയുള്ള ആരാധനകളെ യേശു പൊറുത്തിരുന്നു. ആത്മാവിലും സത്യത്തിലുമാകണം ആരാധന. And as the second point said that heaven is filled with love, in the same way 1 Peter 4 verse 8 instructs us to love one another, love each of the believers deeply. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിറഞ്ഞു കവിയുന്ന മറ്റൊരവസ്ഥയാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ പ്രത്യേകം പറയുക, നിങ്ങൾ അന്യോന്യം ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. പുറത്തുള്ളവർ നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് സ്വർഗീയ സ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും തിരിച്ചറിയട്ടെ. And the third point, as we said, was holiness. Heaven is filled with holiness. In Ephesians 5 verse 27, it instructs the believers to be holy and set apart, because verse 27 says, the church is, it talks about Christian households, but it shows the church. It says that the church is supposed to be presented to Christ as a radiant church without stain or wrinkle or any other blemish, but be holy and blameless. So it shows us that the church is emphasized to be living holy and set apart. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ വിശുദ്ധി ഒരു മാനദണ്ഡമാണ്. വിശുദ്ധി ഇല്ലാതെ അവിടെ എപ്പോഴും സൈന്യമായി പരിശുദ്ധൻ 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 എന്ന ആർത്തട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആരാധന സ്വർഗത്തിൽ നടക്കുക. അതിനോടുള്ള ബന്ധത്തില് അപ്പോസ്തലന്മാർ പൗലോസ് എഫെസോസിലെ വിശ്വാസത്തിന്റെ ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 26-ാം വാക്യത്തില് അത് കുടുംബത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പറയുകയാണ്, അമേശ്വരം അവണ്ണം തന്നെ അമേശ്വരം ചെയ്യുന്നു. അവിടെ കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് ഈശോ കഷ്ടം അനുഭവിച്ചവർ പറയാം. അപ്പം സഭ എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് കൂടി സംസാരിക്കുകയാണ്. കറ കാണരുത്, അവൻ വിശുദ്ധീകരണം കാണണം. കറ കാണല്ലേ, ചുളുക്കം കാണല്ലേ, ഇതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമാകണം എന്ന് സഭയെ കുറിച്ചുള്ള മാനദണ്ഡം പറയാം. കാരണം എന്താ? സ്വർഗം വിശുദ്ധമാണ്. അവിടെ എത്തണമെങ്കിൽ വിശുദ്ധി കൂടാതെ എത്താൻ പറ്റില്ലെന്ന് അവൻ പൗലോസ് കൂടി പരിശുദ്ധാത്മാ പഠിപ്പിക്കുന്നു സഭയെ. And the fourth quality that I said of heaven was to have unity and order. And in the same way, Ephesians 4 verse 3 instructs the church to make every effort to keep the unity of the Spirit through the bond of peace. പ്രിയമുള്ളവരെ, സ്വർഗത്തിലുള്ളൊരു കാര്യമാണ്. അവിടെ പിതൃപുത്ര പരിശുദ്ധാത്മാവും ദൈവം അവിടുത്തെ സകല കാര്യങ്ങളും ഓർഡർലി ആണ്. അത് യൂണിറ്റിയിലാണ് പോകുന്നത്. പരസ്പരം അവൻ സ്വന്തം ചെയ്യുന്ന വൈരുദ്ധ്യം നിറഞ്ഞതല്ല അവിടുത്തെ ആരാധന. എല്ലാം ഐക്യതയോടുകൂടി ഒരേപോലെ സിൻക്രണസ് ആയിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു പോകുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ബന്ധത്തിൽ പൗലോസ് കൂടി എഫെസ്യർ 4-ാം അധ്യായത്തില് പറയുക, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാനായി ശ്രമിക്കുക. അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ പറയുമ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന് ആത്മാവൊന്ന് കർത്താവ്
കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ, യൂണിറ്റി, ഐക്യതയാണ് സ്വർഗത്തിൽ നിന്ന് പൗലോസ്ലിഹയിൽ കൂടി സ്വന്തം സഭയെ ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ സഭയ്ക്കുണ്ടാകേണ്ട ഒരു മാനദണ്ഡം, എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴും അവിടെ യൂണിറ്റി ഉണ്ടാകണം, ഐക്യത ഉണ്ടാകണം. അത് സ്വർഗത്തിന്റെ റിഫ്ലക്ഷൻ. അങ്ങനെയുള്ളവർ മാത്രമേ സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. So now, since we know that the church is instructed to look like heaven, let us make our praise within the church look like heaven as well. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കാനിടയായി യഥാസ്ഥാനപ്പെടുവാൻ പറയുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. സ്വർഗത്തിൽ ആരാധന നടന്നിരിക്കുന്നതായതുകൊണ്ട് ഞാനും നിങ്ങളും ആരാധനയ്ക്ക് വരുമ്പോൾ അലക്ഷ്യരായിരിക്കാൻ ഇടയാകാതെ നമ്മുടെ ആരാധന ഏകാഗ്രത ഉള്ളതാകട്ടെ, നമ്മുടെ ആരാധന നിറഞ്ഞതാകട്ടെ, നമ്മുടെ ആരാധന ഹൃദയം നിറഞ്ഞു കവിയുന്നതാകട്ടെ. സ്വർഗത്തിലെ ദൂതന്മാര് 24 മണിക്കൂറും സൈനികരുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പറഞ്ഞ ആ തട്ടത്തിൽ നിർത്തിയിട്ട് അവർ താഴേക്ക് കുഴിച്ചു നോക്കട്ടെ. വീണ്ടെടുക്കപ്പെട്ടവരുടെ ആരാധന കാണാൻ അവർ കണ്ണ് തള്ളി നോക്കത്തക്കവണ്ണം നമ്മുടെ ആരാധന നിറഞ്ഞ ആരാധനയായി മാറട്ടെ, പൂർണ്ണതയുള്ള ആരാധനയായിട്ട് മാറട്ടെ, ഏകാഗ്രതയുള്ള ആരാധനയായിട്ട് മാറട്ടെ. So as heaven is filled with unending worship, the church should also become a place of unending gratitude, a place of unending joy, a place where God is exalted, and a place where believers will reflect His glory. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സഭ സ്വർഗത്തിൽ സ്വന്തം ആരാധന നിറഞ്ഞ ഒരിടമാണ്. അവിടെ നാം കാണുന്നു ധൂപവർഗം ഒരുന്നു, ആരാധന ഉയരുന്നു, സ്വന്തം ചെയ്യുന്നു. മൂപ്പന്മാർ താഴെ വീണ് കിരീടങ്ങളെ താഴെയിട്ട് ആരാധിക്കുന്നു. ആരാധന മുഖരിതമാണ്, ആർപ്പു മുഖരിതമാണ്. സ്വർഗമെന്നുള്ളതുപോലെ ഈ ഭൂമിയിലാകുന്ന സഭയും ആരാധനയിൽ നിറഞ്ഞതാകട്ടെ. സ്വന്തം വിശുദ്ധർ ആത്മാവിൽ തന്നെ ആരാധിക്കുന്നവരാകട്ടെ. എല്ലാം മറന്ന് ഫോക്കസ്ഡായി ആരാധന മുഖരിതമാകട്ടെ സഭ. ആരാധനയിൽ താഴ്മയിലെ ആരാധന, ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്ന ആരാധന. സ്വന്തം ഈ ലോകം കാണുമ്പോൾ ആ ആരാധന കണ്ടിട്ട് കർത്താവിലേക്ക് അടുത്തു വരുന്ന രീതിയിലാകട്ടെ നമ്മുടെയും ആരാധന. So when we walk hand in hand with God as He commands, we're able to show the world a preview of what eternity with God will look like in the future. ദൈവത്തോടുകൂടി മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് അവനോടുകൂടെ കരം പിടിച്ച് ഹാനോക്ക് നടന്ന പോലെ നടക്കുമ്പോൾ ലോകം കാണുമ്പോൾ കാണും എന്താണ് ഒരു ദൈവസഭയുടെ മഹത്വം. ലോകം കാണുമ്പോൾ, നമ്മെ കാണുമ്പോൾ അവൻ കാണും ദൈവസന്നിധിയിൽ വന്നാലുള്ള വ്യത്യസ്തത എന്താണെന്ന്. ലോകവും തിരിച്ചറിയട്ടെ എന്താണ് ദൈവരാജ്യം, എന്താണ് ദൈവരാജ്യത്തിന്റെ അവസ്ഥ എന്ന് തിരിച്ചറിയുവാൻ ഇടയാകട്ടെ. So God is calling His church back to look like what He has already established in heaven. സ്വർഗത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് അനുരൂപമായി സഭ മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ അവസ്ഥകളിലേക്കാണ് ദൈവം എന്നെയും നിങ്ങളെയും വിശ്വാസികളായി വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ വചനങ്ങൾ ദൈവമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കരമൊത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,